ടോൾ പിരിവിന് കടിഞ്ഞാണിടാൻ കോടതി കയറേണ്ട അവസ്ഥ. 65 കിലോമീറ്റർ സഞ്ചരിക്കാൻ 11 മണിക്കൂർ. പാലിയേക്കരയിൽ നടക്കുന്നത് ടോൾ കൊള്ള. ഒരു നാടിനാവശ്യം നല്ല റോഡും സുഗമമായ യാത്രാ സൗകര്യവും. വർഷങ്ങൾ കാത്തിരിക്കാതെ വേഗത്തിൽ ഗതാഗത സൗകര്യം ഒരുക്കിയാൽ ജനങ്ങൾ ടോൾ നൽകാൻ തയ്യാറാണ്. എന്നാൽ യാതൊരു അറ്റകുറ്റപ്പണിയും പൂർത്തിയാക്കില്ല. 65 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടത് 11 മണിക്കൂറും. പിന്നെന്തിന് നാം ടോൾ നൽകണം? കരാർ പ്രകാരം റോഡിലെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാതെ ടോൾ പിരിക്കാൻ ഒരു കമ്പനിക്കും അർഹതയില്ലെന്ന് കോടതി വിധിയുണ്ട്. കരാർ വ്യവസ്ഥ പ്രകാരം കമ്പനിയുടെ ടോൾ പിരിക്കേണ്ട കാലാവധി കഴിഞ്ഞതുമാണ്. പകരം കമ്പനിയെ മാറ്റാതെ പിരിക്കാനുള്ള കാലാവധി നീട്ടി നൽകുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്തത്. പൊതുജനത്തിന്റെ പണം ഉപയോഗിച്ചാണ് റോഡ് നിർമ്മാണം നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ കമ്പനിക്ക് ലഭിക്കേണ്ട ലാഭവിഹിതം കിട്ടിക്കഴിഞ്ഞാൽ ടോൾ പിരിവ് അവസാനിപ്പിക്കേണ്ടതാണ്. പൊതുജനത്തെ ബുദ്ധിമുട്ടിലാക്കുമ്പോൾ അറിയേണ്ടത് കരാർ പ്രകാരം കമ്പനിക്ക് ഗതാഗത സൗകര്യം ഒരുക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ്. എന്നാൽ കമ്പനിയെ ന്യായീകരിക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിയും മറുപടി പറയാതെ മൗനത്തിലാകുന്ന കേന്ദ്രവും പൊതുജനങ്ങളെ മറക്കുകയാണ്. 4 ആഴ്ച ടോൾ പിരിക്കുന്നത് നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഹൈക്കോടതി വിധിക്കെതിരെ ടോൾ പിരിക്കുന്ന കമ്പനിയും നാഷണൽ ഹൈവേ അതോറിറ്റിയും ചേർന്ന് സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ ദേശീയപാത അതോറിറ്റിക്കായി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് താങ്കൾ വാർത്ത കാണാറില്ലേ എന്നും 12 മണിക്കൂറാണ് ഗതാഗത തടസ്സമുണ്ടായതെന്നും ചോദിച്ചു. ദേശീയപാതയിൽ ലോറി മറിഞ്ഞാണ് ഗതാഗത തടസ്സമുണ്ടായതെന്ന മറുപടിക്ക് ലോറി തനിയെ മറിഞ്ഞതല്ലല്ലോ, റോഡിലെ കുഴി കാരണമല്ലേ എന്ന് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ വീണ്ടും ചോദിച്ചു. അടുത്ത ചോദ്യം ചീഫ് ജസ്റ്റിസ് ഗവായിയുടേതായിരുന്നു. 65 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര തുകയാണ് ടോൾ പിരിക്കുന്നത്? 150 രൂപയെന്ന് തുഷാർ മേത്ത മറുപടി നൽകി. 65 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ വേണ്ടത് 1 മണിക്കൂർ മാത്രമാണ്. എന്നാൽ പരാതിയിലുള്ള ദേശീയപാതയിലൂടെ സഞ്ചരിക്കാൻ 12 മണിക്കൂർ ആവശ്യമാണെങ്കിൽ എന്തിനാണ് ടോൾ പിരിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. 2012 312 കോടി രൂപയ്ക്ക് കരാർ പൂർത്തിയാക്കുമെന്നും ഗതാഗത സൗകര്യം ഉറപ്പുവരുത്തുമെന്നും കമ്പനി നൽകിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ടോൾ ആരംഭിച്ചത്. എന്നാൽ കരാർ കമ്പനി 712 കോടി രൂപ ചെലവായെന്ന് കാണിച്ച് രംഗത്ത് വന്നു. കമ്പനിയെ സഹായിച്ച ദേശീയപാത അതോറിറ്റി എതിർപ്പുകളെ പാടെ അവഗണിക്കുകയാണ് ഉണ്ടായത്. 2012 ആരംഭിച്ച ടോൾ പിരിവിൽ നിന്നും മുടക്കിയ പണത്തിന്റെ ഇരട്ടി ലഭിച്ചിട്ടുണ്ടാവാം. ഒരു ദിവസം തന്നെ 35,000-ന് മുകളിൽ വാഹനങ്ങൾ ടോൾ കടന്നു പോകുന്നുണ്ട്. എങ്കിൽ പോലും ശരാശരി 40 ലക്ഷത്തിനടുത്ത് ഒരു ദിവസം വരവുണ്ടെന്ന് ഉറപ്പാണ്. എങ്കിൽ പോലും ടോൾ പിരിവ് അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ടോൾ കൊള്ള നിർബാധം തുടരുകയാണ്. ഹൈക്കോടതി വിധി പൊതുജനങ്ങൾക്ക് ഇടക്കാല ആശ്വാസമാണ്. എങ്കിലും വിധിയെ മറികടക്കാനും ടോൾ കൊള്ള തുടരാനും കമ്പനി ശ്രമിക്കാനാണ് സാധ്യത. പൊതുജനങ്ങൾക്കായി നിലകൊള്ളേണ്ടവർ തന്നെ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുമ്പോൾ കോടതിയിൽ തന്നെയാണ് അവസാന രക്ഷയ്ക്കായി എത്താറുള്ളത്. നല്ല റോഡുണ്ടെങ്കിൽ ടോൾ കൊടുക്കാൻ ജനം തയ്യാറാണ്. അറ്റകുറ്റപ്പണികൾ ഒന്നും തന്നെ ചെയ്യാതെ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. പാലിയേക്കര ടോൾ പിരിവ് അനധികൃതവും ജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണ്. 13 വർഷമായി നിർബാധം തുടരുന്ന പിരിവ് കമ്പനിക്ക് ലഭിക്കേണ്ട തുക കിട്ടിയിട്ടും നിർത്താതെ തുടരുകയാണ് കമ്പനി അധികൃതർ. ജനങ്ങളുടെ പണം പൊതുഗതാഗതത്തിനായി ഉപയോഗിക്കുമ്പോൾ യാത്രാ ദുരിതം മാറ്റിയെടുത്ത് അവർക്കുള്ള അടിസ്ഥാന സൗകര്യം ഉറപ്പുവരുത്തുക എന്നതല്ലേ ജനങ്ങൾക്കായി പ്രവർത്തിക്കുന്നവരെന്ന് നടിക്കുന്നവർ ചെയ്യേണ്ടത്? പകരം ഇങ്ങനെ കൊള്ളയടിച്ചാൽ പൊതുജനം എന്ത് ചെയ്യണം? അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.